അപ്പോൾ പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും നമ്മൾ ഇനി നേരെ ഇസ്ലാമാബാദിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 380 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഇവര് വണ്ടിയുടെ ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ, തോക്കൊക്കെ ഇട്ട്. എന്തോ പോലീസിന്റെ എക്സാമിനേഷൻ ഉണ്ടെന്ന് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഫോണൊക്കെ മേടിച്ചു വെച്ചു. 1,30,000-ലധികം രൂപയാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഇത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള വണ്ടിയാണ്, ലോറി. ഇനി സൈഡാണ് കാണണ്ട. ഇതൊക്കെ ഈ മാളിന് ചുറ്റും പോലീസുകാരല്ല സെക്യൂരിറ്റി, മിലിറ്ററിയാണ് സെക്യൂരിറ്റി. പുഷ്പ അല്ലു അർജുൻ. പാകിസ്ഥാനിലെ അല്ലു അർജുന്റെ പേരൊക്കെ പറയുന്നത്. യുനോ മോഹൻലാൽ, മമ്മൂട്ടി. എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പാകിസ്ഥാനിലെ ലാഹോറിലാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലാഹോറിൽ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ലാഹോറിൽ നിന്ന് ഇസ്ലാമാബാദ് പോവാണ്. ഇസ്ലാമാബാദാണ് പാകിസ്ഥാന്റെ തലസ്ഥാനം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ, ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ച കാണാം. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. 5 മണിക്കൂർ യാത്രയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ വിളിച്ചെണീപ്പിച്ച കേട്ടോ, 7:30 ആയപ്പോൾ. എൻ്റെ കൂടെയുള്ള അഭിനവ് വെളുപ്പിനെ 6:30 നേരമൊക്കെ ആയപ്പോൾ എണീറ്റ് റെഡി ആയിട്ടിരിക്കുക. സമയം ഇപ്പോൾ 10 മണിയായി. ഇതുവരെ എപ്പോൾ പോവും, എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ സമയം പാലിക്കലൊക്കെ കണക്ക് തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ കയറിയല്ലോ, അതേ വലിയ കാര്യം. ഇപ്പം എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് അറിയത്തില്ല. ഇപ്പം ഐറ്റിനറി മൊത്തം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും ഇപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇറങ്ങുമായിരിക്കും. വേറൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാന്നറിയാവോ? സത്യം പറഞ്ഞാൽ എനിക്ക് പേര് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. വേറെ ആരല്ല, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ എല്ലാവരും നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് പേരൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. പഴയ ആൾക്കാരൊക്കെ അറിയുള്ളൂ, പുതിയ ആൾക്കാരെ അറിയത്തില്ല. ഫക്കർ സൽമാൻ അല്ല, ഫക്കർ സമൻ എന്നാണെന്ന് തോന്നുന്ന പേര്. അദ്ദേഹം ഇവിടെ ഉണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ ആളാണ്. ഞാൻ ആക്ച്വലി പാകിസ്ഥാനുള്ള സമയം ഫെബ്രുവരിയാണ്. അപ്പം ഇന്നലെ ഇന്ത്യ പാക് മത്സരം ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് മത്സരം ഉണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട്. ഇന്ത്യ ജയിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കണം. അപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ ഫക്കർ സമ്മാൻ എന്ന് പറയുന്ന ക്രിക്കറ്റർ ഇപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഹലോ, can I take one video? Yeah, sure. Hello. How are you? Nice. Nice to meet you. I'm Brother, from how are you? You good? I'm from India, from Kerala. Oh, from Kerala. Yeah. The other guy was from Delhi, huh? Delhi, yeah. Delhi, yeah. boys. Yes. और कैसे हैं? ठीक है? अच्छा. बढ़िया. अच्छा. ना, केरला वाले तो हिंदी नहीं बोलते ना? हिंदी थोड़ी मालूम. Oh, Okay. so for how long you are staying here? Just 1 week only. 1 week. Yeah. Just Lahore and Islamabad. Oh, Lahore and Islamabad. Yeah. Islamabad is more nice, huh? Okay. I like Lahore, but you know, Islamabad is like. Okay. So have a good trip. Enjoy Okay. and Thank you. good luck. इस्लामाबाद में कहाँ जा रहे हैं? हसन अब्दाल. अच्छा, हसन अब्दाल. Yeah. माजी है? Some. अच्छा, पीर पंजर. Okay. Bro, enjoy करना. Thank you. Thank you. Take care. अपना ख्याल रखना. Okay, brother. Okay. Thank you. See you. See you. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ ഒരു ക്രിക്കറ്ററെ നേരിട്ട് കാണുന്നത്, അതും പാകിസ്ഥാൻ ടീമിലുള്ള ആള്. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ കളിക്കാനുണ്ടായില്ല, വിശ്രമത്തിലായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിൽ ദുബായിൽ വെച്ചിട്ട് ഇദ്ദേഹം ഉണ്ടാകേണ്ടതായിരുന്നു. പരിക്ക് പറ്റിയതാണോന്ന് അറിയത്തില്ല. താങ്ക് യു. വിശ്രമത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്ടതേ എല്ലാവരും റെഡിയായി. നമ്മുടെ വണ്ടി വന്നു. ഈ വണ്ടിക്ക് തന്നെയാണോ പോകുന്നത്? പിന്നെന്താ വേറെ ഗവൺമെൻറ് വണ്ടി വരുമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വണ്ടി മാറിയില്ലല്ലോ, ഇത് തന്നെയാണല്ലോ. ഇവർ സെക്യൂരിറ്റി വന്ന കാര്യമാണെന്ന് അറിയത്തില്ല കേട്ടോ. യെസ്, അപ്പോൾ കയറാം. അങ്ങനെ നമ്മുടെ വണ്ടി പുറപ്പെടുകയാണ്. ഇപ്പം സമയം 10:45 കേട്ടോ. ഒരുപാട് വൈകിയാണ് നമ്മൾ പുറപ്പെടുന്നത്. പോട്ടെ വണ്ടി പോട്ടെ. നമ്മുടെ സെക്യൂരിറ്റി വന്നിട്ടുണ്ടെന്ന്. നമ്മൾ ഇന്ന് ഇസ്ലാമാബാദ് പോകുന്നുണ്ട്. എന്തോ പോലീസിൻ്റെ എക്സാമിനേഷൻ ഉണ്ടെന്ന്, എന്തോ എൻക്വയറി ഒക്കെ ഉണ്ടാവും. അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. നോക്കാം, വഴിയെ നോക്കാം എന്തൊക്കെയാണ്. നമ്മുടെ ഒരു വിസ ഫോം ഉണ്ട്, അതൊക്കെ കൊടുക്കണം. അതിവിടെ ഓൾറെഡി ഉണ്ട്, ഇവരെല്ലാം. ഇന്നിപ്പോൾ ആൾ മാറിയിട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആളല്ല. ഓരോ ദിവസവും ഓരോ ആൾക്കാരാണ് സെക്യൂരിറ്റിക്ക് വരണേ. അപ്പോൾ ലാഹോറിൽ നിന്ന് ഇസ്ലാമാബാദിലോട്ട് ഏതാണ്ട് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ. ഈ ട്രാഫിക്കൊക്കെ പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ ഒറ്റയടിക്കല്ലല്ലോ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ പല സ്ഥലത്തും നിർത്തും. ഇതിനിടയ്ക്ക് എവിടെയോ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് നിർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര മൊത്തം ബസ്സിൽ തന്നെ ആവാനാണ് സാധ്യത. നോക്കാം. പക്ഷേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാമല്ലോ. ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഏതാണ്ട് ഒരു 390 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ലാഹോറിൽ നിന്ന് ഇസ്ലാമാബാദിലോട്ട്.
ഇന്നത്തെ പോലീസുകാർ അത്ര ഫ്രണ്ട്ലി അല്ലാന്ന് എനിക്ക് തോന്നണം. കാരണം ഇന്നലത്തെ ആൾക്കാർ നല്ല സൂപ്പറായിരുന്നു, നമ്മളായിട്ട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. ഇന്നത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഗൗരവമുള്ള മുഖമാണ്. പാകിസ്ഥാനെ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാണ് കേട്ടോ. 24 കോടിയിലധികം ജനസംഖ്യ ഇവിടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. 2023 കണക്കനുസരിച്ചിട്ട് 2ാമത്തെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യ ഉള്ളതും പാകിസ്ഥാനിലാണ് കേട്ടോ. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഉറുദു ആണ്, പിന്നെ ഇംഗ്ലീഷും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നേറ്റീവ് ലാംഗ്വേജസ് ഒരു 77 ഉണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 96% ഇസ്ലാം മതവിശ്വാസികളാണ്. അതുപോലെ 2% ഹിന്ദു മതവിശ്വാസികളുണ്ട്. 1.4% ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ട്. ഇത് 2023 കണക്കാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാബാദ് ആണ്. നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ടാണ്. പക്ഷെ കറാച്ചിയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രം എന്ന് പറഞ്ഞാലും അതും കറാച്ചിയാണ് കേട്ടോ. ഇസ്ലാമാബാദ് ആണ് തലസ്ഥാനം. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. പലരും കമൻ്റൊക്കെ ചെയ്യുമായിരിക്കും, ഈ പാകിസ്ഥാനിൽ എന്തായാലും പോയതല്ല, അപ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത രീതികൾ കാണിക്കണം, കുറേ ഉള്ളിലോട്ടൊക്കെ പോകണം, സിറ്റി മാത്രം കാണിച്ചാൽ പോരാ, അങ്ങനെയൊക്കെ പല കമൻറ്റുകൾ സ്വാഭാവികമായിട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കങ്ങനെ പോകാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് വിസ തരുമ്പോൾ തന്നെ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് കറക്റ്റ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതല്ലാണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിൽ ഈ ബലൂചിസ്ഥാൻ ഏരിയ, പിന്നെ ഗിൽജിത്ത്, നമ്മുടെ മറ്റേ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്നെല്ലാം പറയുന്നില്ല. അപ്പോൾ ആ ഭാഗത്തോട്ടൊന്നും നമുക്ക് പോകാൻ അനുവാദം ഒരിക്കലും കിട്ടത്തില്ല. ഈ കറാച്ചി, ഈ ലാഹോർ, ഇസ്ലാമാബാദ് ഈ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, നോർമലി പോകാൻ പറ്റുള്ളൂ. അതും ഈ ഇപ്പോൾ നമ്മുടെ ഇപ്പം മറ്റേ പോലീസുകാരുണ്ടല്ലോ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ചെറിയൊരു പ്രശ്നം മതി. 2 രാജ്യങ്ങൾ തമ്മിൽ ഓൾറെഡി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ വലിയ കാര്യങ്ങളോട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ ഇവരുടെ ഒപ്പം ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം യാത്ര ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ആകെ ചെയ്യാൻ പറ്റുന്ന പരിപാടി. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഇവിടുത്തെ ജീവിത രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ട് യാത്ര ചെയ്യാം. അതേ ഇപ്പം നിലവിൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലാഹോറിൽ തന്നെ, ഇവിടെ CCPO ലാഹോർ, അതായത് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതായത് പോലീസിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് പോലെ ഒരു സ്ഥലം. ഇവിടെ വന്നിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അന്തർജാനെ അങ്ങനെ എന്തോ ഉള്ളിൽ പോയിട്ട് എന്തോ ഉപ്പിട്ട് കൊടുക്കണമെന്നോ എന്തൊക്കെയോ പറയണ്ട. ഇവിടെ റിപ്പോർട്ട് ചെയ്യണം, സംഭവം അതാണ്. അപ്പോൾ നമ്മുടെ വിസ ഫോമൊക്കെ ഉണ്ട്, അപ്പോൾ അത് കൊടുക്കണം എല്ലാവരും കൂടി. എന്നിട്ട് ഓരോരുത്തർ പോകണമെന്ന് അറിയത്തില്ല, ഈ പുള്ളി എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ബസ് ഇവിടെ സൈഡാക്കി ആ പേപ്പറൊക്കെ മേടിച്ചിട്ട് പുള്ളി പോയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴേ ഇവിടെ മറ്റേ വണ്ടി കിടക്കണത് കണ്ട, CD70, ഇതാണ് ഇവിടുത്തെ പ്രധാന വണ്ടി. എല്ലാവരും ഇതാണ് കേട്ടോ ഉപയോഗിക്കണം. ഇവിടെ വേറെ ഒരു ജോക്കറിൻ്റെയൊക്കെ പടം സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന വണ്ടി, സെയിം വണ്ടി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? വേണ്ട, കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. ചിലവരെ ഈ സാധനം എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഈ ബാഗ് വണ്ടിയുടെ പുറകിലും മുകളിലൊക്കെ ഇട്ട് വെച്ച്, അപ്പോൾ അത് പണിയായി. പ്രധാനപ്പെട്ട ഫോമുകൾ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാഗൊക്കെ മുകളിൽ നിന്ന് ഇറക്കി വഴിയിലിട്ട് തുറക്കേണ്ടി വന്നു. എപ്പോഴും ഫോമുകൾ, ഇതുപോലെ ആപ്ലിക്കേഷനുകൾ, പാസ്പോർട്ട്, ഇതൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ തന്നെ കീപ്പ് ചെയ്യാം. പാസ്പോർട്ട് പോലെ തന്നെ നമ്മുടെ കൂടെ കീപ്പ് ചെയ്യണം ഇത്തരം ഡോക്യുമെൻറ്റുകൾ. ഏതാണ്ട് 10-15 മിനിറ്റായിട്ട് ഈ പേപ്പർ, ഞാൻ കൊടുത്ത പേപ്പറില്ല, അതേപോലത്തെ പേപ്പർ ഇങ്ങേരുടെ കർണാടകക്കാരൻ്റെ പുള്ളിയുടെ ബാഗിൽ എടുത്തിട്ട് കാണാനില്ല. മിക്കവാറും പണി കിട്ടിയാനെ. അത് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. വിസ ഫോം റൈറ്റ്, വിസ ഫോമാണ് അത്. അപ്പോൾ അവർ സീലൊക്കെ ചെയ്ത് തന്ന സാധനമാണ്. അതിന് ഇവിടെ കൊണ്ട് ഈ CCP എന്ന് പറയുന്നത് സെൻട്രൽ പോലീസ് കമ്മീഷണർ. വാട്ട് ഈസ് സെൻട്രൽ കമ്മീഷണർ? For the first time you checked somebody's pant full from top to bottom. ഞാൻ ഇത് മൊത്തം അരിച്ചു പറക്കി. ഇന്നലെ ഇട്ട പാൻ്റാണ്, ഇനി ഇതിനകത്ത് എങ്ങാനും ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിലില്ല. So he checked my pants, he checked. പക്ഷെ കിട്ടിയട്ടാ, ഇപ്പൊ കിട്ടി. He was security officer for me. If I lost, ആ ബാഗിലുണ്ട്. group cannot go to Islamabad. If we have to go every city, we have to take stamp. സ്റ്റാമ്പ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ സ്ഥലത്തേക്കും നമുക്ക് പോകാൻ പറ്റില്ല. എങ്ങോട്ട് പോകാനാണെങ്കിലും ഇവിടെ പോലീസുകാരുടെ അടുത്ത് വന്നിട്ട് സ്റ്റാമ്പ് ചെയ്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ റിപ്പോർട്ട് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ആ പേപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇപ്പോൾ കാണാണ്ടായത് പുള്ളിയുടെ. എന്തായാലും കിട്ടി, ഭാഗ്യം. പുള്ളി ഒരു ഫോട്ടോ ചോദിച്ചു, പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചടങ്ങാണ് എൻ്റെ മുന്നേ. അപ്പോൾ ഈ കാണുന്നതാണ് ഓഫീസ്.
ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ട, ലാഹോർ എല്ലോ പോലീസ് CCPO. ഇപ്പം ഇവിടെ വന്നിട്ട് ജസ്റ്റ് റിപ്പോർട്ട് ചെയ്താൽ മതി. നമ്മുടെ ആ കൊടുത്ത ഇതിനകത്ത് സ്റ്റാമ്പ് ചെയ്യുമെന്ന് തോന്നണം. എങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ് എന്ന് അറിയത്തില്ല. നമ്മുടെ കൂടെയുള്ള ഗൈഡ് നമ്മുടെ പേപ്പറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. സ്റ്റാമ്പ് ചെയ്തിട്ട് വരുമായിരിക്കും. ജസ്റ്റ് റിപ്പോർട്ടിങ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കണ്ട, ഇവര് വണ്ടിയുടെ ചുറ്റും നിൽക്കുന്നുണ്ട് കേട്ടോ, തോക്കൊക്കെ ആയിട്ട്. എവിടെയാണെങ്കിലും അവർ കാണും. ഇപ്പോൾ കുറച്ച് ഒരു ചേച്ചി വന്നു, പിച്ചക്കാരിയാ, ബായി എന്തെങ്കിലും തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പോലീസുകാരൊന്നും ഓടിച്ചിട്ട് പൊക്കെ ഇവിടെ നിൽക്കണ്ട. നമ്മളെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോവാണ്ടോ, സ്പേസ് ഇല്ല, നടന്നു വേണം പോവാൻ. പോലീസിൻ്റെ അവിടെ നേരിട്ട് പോയിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു, നേരിട്ട് ചെല്ലണം എന്ന്. അപ്പോൾ നമ്മൾ ഈ വഴി കൂടി നടക്കണ്ട. എൻ്റെ മോനെ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ സമയത്രയെന്ന് പറയുമോ, ഉച്ചക്ക് 2:30. ഇന്നത്തെ ദിവസവും പോയി. ഇത് കുറേയൊക്കെ ഈ ടൂറ് നടത്തുന്ന ആൾക്കാരുടെ പ്രശ്നമുണ്ടെന്ന് തോന്നണേ. ഇപ്പൊ നമ്മൾ പോയത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, CCPO എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ CCPO ഫുൾ ഫോം സിറ്റി പോലീസ്. യെസ്, ക്യാപിറ്റൽ സിറ്റി പോലീസ് ലാഹോർ. വാട്ട് ഈസ് ഇറ്റ്സ് ഓഫീസ് ഐ തിങ്ക്. അതായത് സിറ്റി പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഈ സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ചടങ്ങാണ് ഇത്ര നേരം എന്താ വെച്ച്. അപ്പോൾ അതിനകത്ത് 2 ഫോട്ടോ വേണം. എന്നാൽ ഈ നമ്മുടെ കൂടെയുള്ള ഗൈഡ് ഇവന് ഒരു തേങ്ങാക്കൊല അറിയത്തില്ല. കുറേ സമയം വെയിറ്റ് ചെയ്തു, 3 മണിക്കൂർ. ഇപ്പോൾ നമ്മൾ 11:30 അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോയതാണ്. അപ്പം 2:30 ഉച്ചക്ക്. ഇന്നത്തെ ദിവസം പോയി. നമ്മൾ ഇനി പല സ്ഥലങ്ങളും കാണത്തില്ല. ഇനി നേരെ ഹോട്ടലിൽ പോയി ഉറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെ നമ്മുടെ ഫോണൊക്കെ മേടിച്ച് വെച്ചു. ഫോൺ കയ്യിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഫോണൊക്കെ അവിടെ മേടിച്ച് വെച്ചു. എന്നിട്ട് പാസ്പോർട്ട് ഇവരാണ് കീപ്പ് ചെയ്യുന്നത്. പാസ്പോർട്ടിൽ വെച്ചിട്ട് അവിടെ എൻ്റർ ചെയ്തു. പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തന്നു. പിന്നെ ഒരു വിസ ഫോം ഉണ്ട്, അതുകൊണ്ട്. എന്നിട്ട് ഇതായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഇരുന്നു, കുറേ നേരം ഇരുന്നു. അപ്പോഴാണ് ഇവന് മറ്റേ ഗൈഡ് ഉണ്ടല്ലോ നമ്മുടെ കൂടെയുള്ള, അപ്പോൾ പുള്ളിക്കാരൻ ആക്ച്വലി ഇവിടെ വെച്ചിട്ടൊരു ഫോട്ടോ മേടിച്ചു. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. എല്ലാവരെയും മേടിച്ചു. ഇതൊക്കെ ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിൽക്കുമ്പോൾ അറേഞ്ച് ചെയ്യേണ്ടതാണ്. ഇന്ന് ഇങ്ങനത്തെ പരിപാടി നടക്കുമെന്ന് അറിയാലോ. അപ്പോൾ ഇവർ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പം ഒരു ഫോട്ടോ മേടിച്ചിട്ടുണ്ടോ, ഇത് ബസ്സിൽ വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ചോദിക്കണം വേറെ ഫോട്ടോ ഉണ്ടോയെന്ന്. അറിയില്ല, അതൊക്കെ പേഴ്സൊന്നും എടുത്തിട്ടില്ല. കാരണം ഒരു സെക്യൂരിറ്റി ഏരിയ, അവിടെ വീഡിയോ അല്ല, അവിടെ അല്ല, ഒരു സെക്യൂരിറ്റി ഉള്ളൊരു ഏരിയയാണ്. പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ വഴിയും പിന്നെ മറ്റേ സ്കാനൊക്കെ ചെയ്തിട്ടാണ് അകത്ത് കയറണം. അപ്പോൾ ഞാനൊന്നും കൊണ്ടുവരാം, ഞാൻ മൊബൈൽ മാത്രമേ എടുത്തുള്ളൂ. ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല, മൊബൈൽ മാത്രമേ എല്ലാവരും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫോട്ടോ കയ്യിലൊന്നുമില്ല. കയ്യിലുണ്ടെന്ന് വെച്ചാൽ വണ്ടിയിലുണ്ട്, പക്ഷെ കയ്യിലില്ല. എന്നാൽ നേരത്തെ പറയണ്ടേ ഫോട്ടോ 2 വേണോ. എന്നിട്ട് അവിടെ വെച്ചിട്ട് പുള്ളി മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് പുറത്ത് പോയി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വന്നു. ഇതിനാണ് ഇത്രയും സമയം എടുത്തത്. എന്നിട്ട് പിന്നെ കുറേ മറ്റേ നമ്മുടെ തമ്പനയിലൊക്കെ വെക്കണേ ഇതുണ്ട്. എൻ്റെ കയ്യിൽ പാടൊക്കെ വന്നിട്ടുണ്ട്. 2 സ്ഥലത്ത് തമ്പ് കൊടുക്കണം, സിഗ്നേച്ചർ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ DSPനെ പോയി കണ്ടു. DSP എനിക്ക് തോന്നുന്നു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസാണ് നമ്മുടെ അവിടെ. ഇവിടെ അത് തന്നെയാണെന്ന് അറിയത്തില്ല. DSPനെ നേരിട്ട് കാണാം നമ്മൾ. ഞങ്ങളെല്ലാവരും ചെന്ന് കണ്ടു. പുള്ളി ഒപ്പിട്ട് തന്നു. ഫോട്ടോ ഇല്ലായിരുന്നു. പുള്ളി ചോദിച്ചു ഇത് ആളെ എങ്ങനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും, ഫോട്ടോ ഇല്ലാണ്ടെന്ന് വെച്ചിട്ട് പുള്ളി എന്തോ പറഞ്ഞു. കുഴപ്പമില്ല, പക്ഷെ അവർ ചെയ്ത് തന്നിട്ട്. പക്ഷെ 3 മണിക്കൂർ പോയി. എന്നിട്ട് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിൻ്റെ പ്രധാന കാരണം ഈ ഫോട്ടോൻ്റെ പ്രശ്നമായിരുന്നു. നമുക്ക് പിന്നെ ഓൾറെഡി എൻ്റർ ചെയ്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെയും കയറണ്ടേ, കുറേ ചടങ്ങാണ്. മറ്റേ പോയിട്ട് പ്രിൻ്റ് ഔട്ടൊക്കെ എന്തോ എടുത്തിട്ട് വന്നിട്ടൊക്കെയാണ് ഈ പരിപാടി ചെയ്തേക്കണം. ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോയി. അതാണ് ഇത്ര സമയം കളഞ്ഞത്. നമ്മളിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു 8 മണിയൊക്കെ കഴിയുമായിരിക്കും. നേരെ ഹോട്ടലിൽ പോയി ഉറങ്ങാം, വേറെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് ഇവർ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇവിടെ കയറാൻ പറ്റില്ല, അതല്ലേ വലിയ കാര്യം. ഇതൊക്കെ നമ്മൾ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ പ്രായമുള്ളവരൊക്കെ ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ എല്ലാവരും നല്ല പൈസയൊക്കെ മുടക്കിയിട്ടാണ്. ആക്ച്വലി പാകിസ്ഥാൻ ഭയങ്കര ചിലവ് ചുരുങ്ങിയ രാജ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1000 രൂപ എന്ന് ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ ഇവിടെ 3000 ആണ്. ഇവിടുത്തെ ആവറേജ് ഒരു ആളുടെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 8000 10000 ആ സംഭവമൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും ചീപ്പാണ്, ഭയങ്കര ചിലവാണ്. പക്ഷെ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാക്കേജിന് വേണ്ടിയിട്ട് മാത്രം. അതായത് ഓൾറെഡി കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞാണ് 1,30,30,000 രൂപയാണ് നമ്മൾ കൊടുത്തത്. 32,000 രൂപ
1,32,000 രൂപ കൊടുത്താണ്. ശരിക്കും അത്രയൊന്നും ഇല്ല. ആദ്യം പറഞ്ഞത് $1,200 ഫസ്റ്റ് എൻക്വയറിക്ക് സമയത്ത് എന്നോട് പറഞ്ഞു. പിന്നെ അത് 2,000 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല, എൻ്റെ അത്രയും ബഡ്ജറ്റില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം ഇവർ നൈസായിട്ട് കൂട്ടണതാണ്. പിന്നെ അവസാനം ബാർഗെയിൻ ചെയ്ത് $1,500 എത്തിച്ചാണ്. $1,500 ഈ 1,32,000 രൂപ. ഇത് കൂടാണ്ട് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് അമൃത്സർ വന്നതിന് അപ്പോൾ ഡൗൺ 40,000 രൂപ വേറെ. ഇത്രയും എക്സ്പെൻസ് ആയിട്ടുണ്ട്. ശരിക്കും ഇത്ര എക്സ്പെൻസ് പോലും ഇവിടെ വേണ്ട, അത്രയും ചീപ്പസ്റ്റ് കൺട്രിയാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, ഇങ്ങനെ ഒരു സംഭവം ആയിപ്പോയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെ വേറെ കേസുള്ള നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, പേര് പറയാനല്ലോ, പുള്ളിയുടെ പേരൻസാണ് ഈ ട്രിപ്പിൽ പുള്ളിയുടെ വീട്ടുകാരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പനും അമ്മയും പിന്നെ ബന്ധുക്കാരൊക്കെ ഉണ്ട്. അപ്പം മേ ബി ആ ആൾക്കാരൊക്കെ മിക്കവാറും സൗജന്യമായിട്ടായിരിക്കും മിക്കവാറും വന്നിട്ടുണ്ടാവുക. കാരണം ആ പൈസയാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, എല്ലാം ബിസിനസ്സല്ലേ. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ 2:30 ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ നിർത്തുമായിരിക്കും. പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും നിർത്തും, വിശന്നിട്ട് പാടില്ല. ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു, കൃത്യമായിട്ട് സ്ഥലത്തൊന്നും നിർത്തിയൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചത് അവിടെ ഇരുന്നപ്പോൾ. കുഴപ്പമില്ല, ഇതൊക്കെ നോർമൽ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിനി നേരെ ഇസ്ലാമാബാദ്. ഒരു കാര്യം എടുത്തു പറയണം, ഇത് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് വെറും സിമ്പിൾ പ്രോസസ്സായിരുന്നു. കുറച്ച് ഡോക്യുമെന്റ് സൈൻ ചെയ്യണം, മറ്റേ തമ്പ് വെക്കണം, പിന്നെ DSP ഒപ്പിടണം, അത്രയൊക്കെ ഉള്ളൂ. കൂടി വന്ന് 1 മണിക്കൂറോ 1 മണിക്കൂർ നിൽക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമ്മുടെ ടൂർ ഓർഗനൈസർ മൊത്തം കുളമാക്കിയതാണ് പ്രശ്നം. അവർക്കൊരു ഐഡിയ ഇല്ലാത്ത പോലെയൊക്കെയാണ്. അതിൻ്റെ ഒരു ഡിലേ ഉണ്ട് ഇന്നുണ്ടായത്. ഇന്നത്തെ ഡേ മൊത്തം കളഞ്ഞ വിമാരം. നമ്മളെ പറഞ്ഞതുകൊണ്ട് ഒരു ഭാഗത്ത് നിർത്തിയേ. ഇപ്പോഴും ലാഹോർ സിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പെട്രോൾ പമ്പാണ് ഈ കാണുന്നത്, മൈ പെട്രോളിയം എന്ന് പറഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ്. അപ്പോൾ ടോയ്ലറ്റിൽ പോകേണ്ടവർക്കൊന്ന് അവിടെ പോവാം. പിന്നെ അവർ പോയിട്ട് കുറച്ച് ഫുഡ് മേടിച്ചിട്ട് വന്നു. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തോന്നാട്ടോ. ഇന്നത്തെ ദിവസം മൊത്തം പ്രശ്നമാണ്. നോൺ വെജ്, വെജുകാർക്ക് നോൺ വെജ് കൊടുത്ത്. അപ്പൊ ഇത് ഇവിടത്തെ എനിക്ക് തോന്നുന്ന ഒരു പപ്സ് പോലത്തെ ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നോൺ വെജ് ആണ്, ചിക്കൻ ആണെന്ന് തോന്നുന്നു. ചിക്കൻ അറിയില്ല, നോൺ വെജ് ആണെന്ന് അറിയത്തുള്ളൂ. ചിക്കൻ അറിയത്തില്ല എന്താ സംഭവം, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു പപ്സ് പോലത്തെ ഒരു ചെറിയൊരു സാധനം കണ്ടാ, ഇതാണ് സംഭവം. ഇത് വെജാണോ ചോദിക്കുന്നുണ്ട്. പുള്ളി വെജിറ്റേറിയൻ ആണ്, പറയാണ്ട് നോൺ വെജ് എടുത്ത് കഴിച്ചു. ഗുലാബ് ജാം ആണ്, പാകിസ്ഥാനി ഗുലാബ് ജാം. വെജിറ്റേറിയൻ. ബോണ്ടുഖാൻ എന്നാണ് ഇവിടെ പറയുന്നത്. കേരളത്തില് സംഭവം ഗുലാബ് ജാമാണ്. ഈ കാണുന്ന കണ്ട, പാകിസ്ഥാനിൽ വന്നിട്ട് ഇവിടെയും ടോള് ഉണ്ട്. പാകിസ്ഥാനിലെ ടോൾ പ്ലാസ ഉണ്ട് ഈ കാണുന്ന കണ്ട. ഇവിടെയും ടാഗ് ഉണ്ട്, M ടാഗ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. പാകിസ്ഥാനിലെ ടോൾ പ്ലാസ കണ്ടാ. റേറ്റ് എത്രയെന്ന് കാണിക്കുന്നില്ല. വെൽക്കം ടു M2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ ഈ ലോറി നോക്കി എന്തൊരു നീളമാണ്, അടിപൊളി. ഇവര് ഫ്രണ്ടിൽ മൊത്തം ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെക്കോട്ടെ ലോറികൾക്ക്. ഇതുണ്ട. അപ്പോൾ പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും നമ്മൾ ഇനി നേരെ ഇസ്ലാമാബാദിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 380 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു 4.5 മണിക്കൂർ കൊണ്ട് ഓടിച്ചെത്തും. പോകുമ്പോൾ നമുക്ക് ഹൈവേയുടെ ഓരത്തുള്ള കുറേ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവാം. വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ പല നദികളും ക്രോസ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിലൊന്ന് ചെനാബ് നദിയാണ്, പിന്നെ ഒന്ന് ജലം നദി. അങ്ങനെ പല നദികളും ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈവേ പോകുന്നത്. അതുപോലെ ഇസ്ലാമാബാദിന്റെ തൊട്ടടുത്താണ് നമ്മളൊക്കെ സ്ഥിരം ക്രിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു സ്ഥലപ്പേരുണ്ട്, റാവൽപിണ്ടി. അതൊക്കെ ഈ ഇസ്ലാമാബാദിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് M2 മോട്ടോർവേ എന്ന് പറയുന്ന ഒരു ഹൈവേ ആണ്. അതായത് പാകിസ്ഥാനിലെ ലാഹോറിനെയും ഇസ്ലാമാബാദിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ആണ്. ഇത് AH1 കൂടിയാണ് കേട്ടോ. AH1 എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഹൈവേ
എന്ന് പറയും. ഏഷ്യൻ ഹൈവേ കൂടി നമ്മൾ ഇന്ത്യൻ യാത്രയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത സമയത്ത് നമ്മൾ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. AH1 ഏഷ്യൻ ഹൈവേ എന്ന് പറയും. അപ്പോൾ അതും കൂടിയാണ് ഈ ഒരു ഹൈവേ. ഇത് ഇവിടെ അറിയപ്പെടുന്നത് M2 മോട്ടോർ ഹൈവേ എന്നാണ് കേട്ടോ. M2 എന്നാണ് നമ്മുടെ NH എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ M2 എന്നാണ് പറയുന്നത്. M1 എന്ന് പറഞ്ഞിട്ടൊരു മോട്ടോർ വേ ഉണ്ട്. അത് ഇസ്ലാമാബാദിൽ നിന്ന് പെഷവാർ എന്ന് പറയുന്ന ഇവരുടെ ഒരു സ്ഥലമുണ്ട്. ആ ഏരിയയിലോട്ട് പോകുന്നതിനാണ് M1 എന്ന് പറയുന്നത്. ഇത് M2 ആണ്. ഇത് 1997 നിർമ്മിച്ച വഴിയാണ് കേട്ടോ. ഞാനൊരു സംഭവം കാണിച്ചേ. ഈ വാഗനറില്ലേ അത് അതിൻ്റെ പുറകിൽ വരുന്ന കാറ് കുറേ നേരമായിട്ട് മറ്റേ ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്. അവൻ മാറുന്ന പോലും ഇല്ല. അതേ പോലീസ് കിടക്കണം. പോലീസ് വണ്ടിയാണ്ടോ അതേ ഇവരെ പിടിച്ചാണെന്ന് തോന്നുന്നു. എന്താ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ഇവരൊക്കത്തിനും പൊക്കിന്ന് കൊണ്ട. പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ 2 സൈഡിലായിട്ടും കൃഷിപ്പാടങ്ങളാണ്. എനിക്ക് തോന്നുന്നു നെൽകൃഷിയാണെന്ന് തോന്നണം കണ്ടിട്ട്. ഫുള്ള് കൃഷിപ്പാടങ്ങളാണ്. അതുപോലെ ഈ വഴി ഇത് എക്സ്പ്രസ് വേ ആണ്. ഇതിനകത്ത് 110 കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ് കേട്ടോ. 110 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാം. സമയം ഇപ്പോൾ വൈകുന്നേരം 4:30 കേട്ടാ. നമ്മളെ പെട്രോൾ അടിക്കാൻ കയറിയാണ്. ഇപ്പോൾ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോകുന്നുണ്ട്. ഇത് ചാർജബിൾ ആണ്. പക്ഷേ ഈ ഭാഗത്തുള്ളതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ടേ. കുറേ സാധനങ്ങളും കളിപ്പാട്ടങ്ങൾ, വെള്ളം. ഇത്തിരി വെള്ളം മേടിച്ചാലോന്ന് ആലോചിക്കായിരുന്നു. വെള്ളമില്ല. ഞാനേ ഇവിടെ നിന്നൊരു ബോട്ടിൽ വെള്ളം മേടിച്ചു. വെള്ളമില്ല കയ്യിൽ. 5000-ൻ്റെ നോട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അതെ അവിടെ കൊടുക്കാം. യെസ്, താങ്ക് യു. ഈ അങ്കിള് നമ്മുടെ കൂടെയുള്ളതാണേ. വൻ കോമഡിയാണേ. പുള്ളി കക്കൂസയുടെ ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ജെൻസ് ടോയ്ലറ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ കക്കൂസ് എന്ന് പറഞ്ഞ് കാണിക്കാനാണെന്ന് അറിയത്തില്ല. യെസ്, അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു ഫുഡ് കോർട്ടും സംഭവമൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ KFC ഉണ്ട്. അതുപോലെ കുറേ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഈ പമ്പിനോട് ചേർന്നുള്ള ഫുഡ് കോർട്ടാണിത്. നമ്മൾ കയറിയ കടയിനോട് ചേർന്ന് തന്നെ എനിക്ക് തോന്നുന്നു ചെറിയൊരു റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ഫുഡൊക്കെ കിട്ടോട്ടെ. പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. നോൺ വെജും വെജൊക്കെ ഉണ്ട്. ഞാനൊരു ചായ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു ചായ പറഞ്ഞു. 150 പാകിസ്ഥാനി രൂപയുണ്ടാ ചായ. മിൽക്ക് ചായ. ഓക്കെ, ഫ്രഷ് ആണെന്ന് പുള്ളി പറയുന്നത്. കണ്ടിന്യൂസ്ലി വീഡിയോ കാണുന്നവർക്ക് എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഈ പൈസ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ വെള്ളം മേടിച്ചു, ചായ മേടിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനോജ് ഭായ് ഉണ്ടല്ലോ, മനോജ് ഭായ് എനിക്കൊരു 10,000 പാകിസ്ഥാനി രൂപ തന്നു. പിന്നീട് തിരിച്ചു കൊടുക്കാം. വേറെ കറൻസി എക്സ്ചേഞ്ച് സ്ഥലങ്ങൾ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കണം. എൻ്റെ കയ്യിൽ ഡോളർ ഇരിപ്പുണ്ട്. ഡോളർ കൊണ്ട് ഇന്ത്യൻ മണി ഉണ്ട്. ഇന്ത്യൻ മണി കൊണ്ട് കാര്യമില്ല കേട്ടോ. ഡോളർ ഉണ്ടെങ്കിൽ മാറ്റാം. പക്ഷേ അതിന് പറ്റിയ സ്ഥലമൊന്നും കണ്ടില്ല. അതുകൊണ്ട് പിന്നെ പുള്ളിയുടെ നിന്ന് ഒരു 10,000 പാകിസ്ഥാനി രൂപ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ 5,000 കൊടുത്ത് ബാലൻസ് കിട്ടി. അപ്പോൾ കുറേ ചേഞ്ചായി. ഇവിടെ ലോറിക്കാരൊക്കെ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. ചായ കുടിക്കുകയും സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്നുണ്ട് കണ്ട. അതിനുള്ളൊരു ഏരിയ ആണ് ഇതൊക്കെ. ഈ ലോറിയൊക്കെ നല്ല രസമില്ല കാണാനായിട്ട്. ഫുള്ള് ഡിസൈൻ ചെയ്താണ് ഇവർ ലോറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട. ഞാനേ ഈ പമ്പിൽ നിന്നപ്പോൾ ഇവിടെ കിടക്കണ വണ്ടി കണ്ടാണ്ട് ലോറി ഫ്രണ്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു പുതിയ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള വണ്ടിയാണ് ലോറി. നമുക്ക് അലൗഡ് അല്ല ആ ഭാഗത്തോട്ട് പോകാനൊന്നും പെർമിഷൻ കിട്ടത്തില്ല. അവിടെ നിന്നുള്ള ലോറിയാണിത്. ഇത് കണ്ടോ, ഇവിടുന്ന് ഇത്രയും ഭാഗം തള്ളി നിൽക്കുകയാണ്. ഇപ്പോൾ അവർ മോഡിഫൈ ചെയ്തെടുത്തേക്കാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മുടെ അവിടെ കാണുന്ന വണ്ടിയൊക്കെ തന്നെ. പക്ഷേ ഇവർ ഫുള്ള് മോഡിഫൈ ചെയ്ത് ഇവിടെ ഫുള്ള് കളർഫുള്ളാണ്. ഈ ഒരു പൂക്കളുടെയും പിന്നെ വേറെ എന്തോ ടൈപ്പ് കളറൊക്കെ ഡിസൈനൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടോ ഇത്ര സൈസ് ഫ്രണ്ടിലോട്ടുണ്ട്. ഇനി സൈഡാണ് കാണേണ്ടത്. ഇതൊക്കെ സൈഡ് ഫുള്ള് അവർ കളർഫുള്ളാക്കിയൊക്കെയാണ്. ഭയങ്കര രസമല്ലേ. ഇതാണ് ഇവിടുത്തെ മിക്ക ലോറികളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വലിച്ചു കെട്ടാനുള്ള സംവിധാനമാണ്. ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചു കെട്ടാനായിട്ട്. പക്ഷെ എന്ത് പൊക്കോണ് ഇനി. ഇത് കണ്ടാ അറിയാം, ഭയങ്കര ഹൈറ്റാണ്. ഇത് കണ്ട പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊക്കെ കാണാം. ഇത് കാലിയാണ്, വണ്ടി കാലിയാണ്. ഇത് മരമുണ്ട്. ഈ ഒരു ഭാഗം വെച്ച് അടച്ചിട്ടേക്കണൊക്കെ മൊത്തം മരമാണ്. പിന്നെ ഒരു റാ പോലത്തെ ഡിസൈനൊക്കെ കാണാം കണ്ടാ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. സാധനം അടിപൊളിയാണ്. ഉള്ളിലൊന്നുമില്ല, കാലിയാണ്. ഇതൊക്കെ ഇരുമ്പിൻ്റെ ഭാഗമൊന്നാണ്. ഇത് അയണാണ്, ഇരുമ്പാണ് കണ്ടാ. ഈ സൈഡിൽ വരുമ്പോൾ കണ്ടോ ഇവിടെ അതുപോലെ തന്നെ കുറേ ഡിസൈനും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഉരുണ്ടു പോകാണ്ടിരിക്കാൻ ഒരു മരക്കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പാട്ട് വെച്ച് അടിച്ചൊക്കെയെന്ന് തോന്നുന്നു കണ്ടോ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ചേട്ടൻ വന്നു. വണ്ടി വിടാൻ പോകണ്ട. സ്റ്റാർട്ടാക്കി. ഓക്കെ, ബൈ ബൈ.
അതെ വേറൊരു വണ്ടി കിടക്കണം ഇവിടെ. ഇതുള്ളതല്ല, എല്ലാം ഇതുപോലെ കളർഫുൾ ആണ്ടാ. നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡും ഫുള്ള് കൃഷിപ്പാടം ഉണ്ടാ. അതായത് നമ്മള് ലാഹോർ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ടത് തൊട്ട് ഇതുവരെ രണ്ട് സൈഡും കൃഷിപ്പാടങ്ങളാണ്. പല ടൈപ്പ് കൃഷിയുണ്ട്. എനിക്ക് തോന്നുന്നു നെല്ല് മാത്രമല്ല, നമ്മൾ നേരത്തെ നെല്ലെല്ലാം തോന്നണം, നെല്ലോ ഗോതമ്പോ, പിന്നെ കുറെ പച്ചക്കറികള്, കരിമ്പ്, പിന്നെ കുറെ പശുക്കളൊക്കെ ഉണ്ട്. നമ്മളെ പോകുന്ന വഴി നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു നദി ഉണ്ടോ. ഇതിന്റെ പേരാണ് ജേലം നദി. ജേലം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തന്നെയുള്ള ഇസ്ലാമാബാദിന്റെ ഒക്കെ അടുത്താണെന്ന് പറയാൻ പറ്റില്ല. അതായത് മിർപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ശരിക്കും POK ആണ്. നമ്മുടെ POK ആ ഭാഗത്തുനിന്ന് തുടങ്ങുന്ന നദിയാണ് ജേലം നദി. ജേലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് തുടങ്ങുന്ന നദിയാണിത്. ഇത് കുറച്ച് കഴിയുമ്പോൾ സിന്ധു നദി പോയി ചേരോട്ടാ ഈ നദി. അപ്പോൾ ജേലം നദിയാണ് പാകിസ്ഥാനിൽ കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ജേലം നദി. അതാണ് ഈ കാണേണ്ട. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ വീണ്ടും ഒരു സ്ഥലത്തെത്തി. ഇതൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ വാഷ്റൂം ഉണ്ട്. ഇത് ഹൈവേ ആണ്. ഹൈവേന്ന് മാറിയിട്ട് ആളുകൾക്ക് ഇപ്പോൾ വേറെ ബസ് വന്നേക്കണം കണ്ട. ഇതുപോലെ യാത്ര ചെയ്യുന്നവർക്ക് ഫുഡ് കഴിക്കാനും വാഷ്റൂമിൽ പോകാനും എല്ലാം ഉള്ള സൗകര്യം. ഇവിടെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട്, ചിക്കൻ ബ്രോസ്റ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അതുപോലെ ഇവിടെ കണ്ട ടൊബാക്കോ ആൻഡ് പാൻ ഷോപ്പ്, അതൊക്കെ കിട്ടും. ഇതുണ്ട ബാർബിക്യൂ കിട്ടുമെന്നാണ്, BBQ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഫുഡ് കോർട്ടുകളാണ്. ആടിൻ്റെ ഒക്കെ മുട്ടനാടിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ടനാടല്ല, ആടിൻ്റെ പടം. ഇവിടെ ഒരു ചായക്കടയുണ്ട്. നൈസായിട്ട് കുറച്ച് ചായ കുടിക്കാം കണ്ടാ. ചായയൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി. ആ കടലിൽ നിൽക്കുന്ന പുള്ളി നോട്ട് എണ്ണുന്ന കണ്ടോ, അത് അഭിനവിന്റെ $100 നോട്ടാണ്. ഈ ഡോളർ നോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു. പക്ഷെ അതിനകത്തൊരു $100 കുറവുണ്ടായിരുന്നു. അത് എവിടെ പോയിന്ന് അറിയത്തില്ല. പുള്ളി എടുത്തതാണോ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പുള്ളി ഡോളർ നോട്ട് കണ്ടിട്ടില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം മേടിച്ചാണ്. പുള്ളിയാണെങ്കിൽ എല്ലാം എടുത്തു കൊടുക്കുകയും ചെയ്തു. അത് തിരിച്ചു കിട്ടിയപ്പോൾ ഒരു $100 കുറവുണ്ടായിരുന്നു. അത് പിന്നീടാണ് നമുക്കത് മനസ്സിലായത്. അതിന്റെ പേരിലാണോ എന്നറിയില്ല, നമുക്ക് ചായയൊക്കെ ഫ്രീ ആയിട്ട് തന്നു. അതെ, നമ്മളിവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണെന്നൊക്കെ വിശേഷമൊക്കെ ചോദിച്ചു പറഞ്ഞപ്പോൾ ചായയൊക്കെ പൈസ മേടിക്കുന്നില്ല. ചായ വേണ്ട, ഞങ്ങളുടെ ഗസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ, എല്ലാവരും ഒന്ന് പരിചയപ്പെടാനൊക്കെ വന്നിട്ടാ. ലാംഗ്വേജ് മലയാളം, സ്കൂൾ മലയാളം, സൗത്ത് ഇന്ത്യ. South Indian movies. कौन सा? पुष्पा 1, 2. ഓക്കെ. അല്ലു അർജുൻ. പാകിസ്ഥാനിലെ അല്ലു അർജുന്റെ പേരൊക്കെ പറയുന്നത്. രാംചരൺ. ഓക്കെ. യു നോ മോഹൻലാൽ, മമ്മൂട്ടി, മഹേഷ് ബാബു. ഓക്കെ. All Indian actors. ഓക്കെ. മൊത്തം പ്രശ്നം ഉണ്ടായി. ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ കടക്കാർ വന്നിട്ട് വേറെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. മൊത്തം പ്രശ്നമല്ല. ഇപ്പോൾ എല്ലാ ചായയും കൂടി കുടിക്കേണ്ടി വരുമല്ലോ. നമ്മളെ ഇവിടെ വന്നിട്ട് എല്ലാവരും പരിചയപ്പെടാം കേട്ടോ. അടിപൊളിയാണ്. ഹലോ, എല്ലാവരും എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണി. ഓ, പാകിസ്ഥാനിലെ ചിക്കൻ ബിരിയാണി. ഇതൊന്ന് മേടിച്ച് തിന്നണം എന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കും. അതുപോലെ ചിക്കൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രില്ല് ചെയ്ത പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കിतना है ये वाला? कितना? 250. ഒരു ബിരിയാണിക്ക് 250 പാകിസ്ഥാനി രൂപയാണ്. അതായത് നമ്മുടെ നാട്ടിലെ 77 രൂപയുടെ അടുത്ത് വരും. 75-77 ആ റേറ്റ് വരും. യെസ്, ചിക്കൻ ബിരിയാണി. താങ്ക് യു സോ മച്ച്. थोड़ा हिंदी मालूम है. चद्दर नाम है. चद्दर ब्रांड है. अली अरल ब्रांड. What is the meaning? Chadar mean caste like Awan Rajput. Okay. Chadar caste tag. Oh, okay. Brand. Oh, okay. Caste. ഓക്കെ. ബൈ. സീ യു. ബൈ. താങ്ക് യു. ഇവിടെ ഈ പെപ്സി, കൊക്കക്കോള, 7up അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സംഭവമുണ്ട്. അതായത് പാകിസ്ഥാൻ മേഡാണ്. ഞാൻ അതിനകത്ത് വായിച്ചിരുന്നു. ഇന്നലെ മിറിൻ്റെ ഒരെണ്ണം മേടിച്ച് കുടിച്ചപ്പോൾ പാകിസ്ഥാൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ അരമണിക്കൂർ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇറങ്ങിയാണ്. എല്ലാവരും ഓരോന്ന് കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും ഇപ്പോൾ 3/4 മണിക്കൂറായിട്ടുണ്ട്. നമ്മളിനി നേരെ ഇസ്ലാമാബാദ്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇത് കണ്ട, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഇവർ കഴുകി തരും. പൈസ അപ്പോൾ ഇത്തിരി കൊടുക്കണമായിരിക്കും, എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ള സർവീസ് ആണോ എന്ന് അറിയത്തില്ല. കണ്ട, ഗ്ലാസ്സൊക്കെ ക്ലീൻ ആക്കി തരും അവർ. അതുപോലെ ഈ നിൽക്കുന്ന ചേട്ടൻ കണ്ട, ഇത് സെക്യൂരിറ്റിയാണ് കേട്ടോ. അതായത് ഈ ATMൻ്റെ സെക്യൂരിറ്റിയാണ്. പുള്ളിയുടെ കയ്യിലും തോക്കൊക്കെ ഉണ്ട്. കണ്ട, തോക്കൊക്കെ ഇട്ടാണ് നിൽക്കണത്. ഇത് കണ്ട, യാത്ര പോകുന്നവർ
ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി യാത്രക്കാരായിരിക്കും, ബസ്സുകൾ ഇങ്ങനെ വന്നും പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, നമ്മളപ്പോൾ നെക്സ്റ്റ് നേരെ വിട്ടേക്കാം. ഈ വഴിയിലിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് 3ാമത്തെ ടോൾ പ്ലാസ ഉണ്ടോ. അതുപോലെ ഇത് കണ്ടോ, എം ടാഗ് എന്നാണ് ഇവിടുത്തെ ഫാസ്ടാഗിനെ പറയുന്നത്. നമ്മുടെ അവിടെ ഫാസ്ടാഗ് ആണല്ലോ, ഇവിടെ എം ടാഗ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ബാലൻസ് വേണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് എക്സ്പ്രസ് ലൈനിൽ വന്ന കാറിൽ ലോ ബാലൻസ് ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. കണ്ട ഇതാണ് പാകിസ്ഥാനിലെ ടോൾ പ്ലാസ. അങ്ങനെ നമ്മൾ ഇസ്ലാമാബാദിലോട്ട് എത്തിയിരിക്കുകയാണ്. സമയം രാത്രി 9:30. ഇവിടെ ഒരു മാളുണ്ട് കേട്ടോ, അതിൻ്റെ പേര് സെൻറ്ററസ് മാൾ. ഇത് ഇസ്ലാമാബാദിലെ ഏറ്റവും വലിയ മാളാണ്. ഒരുപാട് ഷോപ്പിംഗ് സ്റ്റോറുകളും സിനിമാ തിയേറ്ററും പിന്നെ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. ആക്ച്വലി വൈകിയാണ് എത്തിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ച ഹോട്ടലിലോട്ട് പോകുന്നതാണ്, പക്ഷേ ഇതും കൂടി കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇനി ഫുഡൊക്കെ എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ സമയം രാത്രി 9:30 ഇനി എപ്പോഴാണ് ഫുഡ് കഴിക്കണാവോ. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് മാളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓക്കെ പാകിസ്ഥാൻസ് ബിഗ്ഗസ്റ്റ് കിഡ്സ് സ്റ്റോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറേ നിലയുണ്ടല്ലോ. ഈ മാളിൽ ഒരു പ്രശ്നമുള്ളത് എനിക്ക് വേണം സെക്യൂരിറ്റി റീസൺ ആയിരിക്കും. ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലായിടത്തും ആൾക്കാരുണ്ട്, അവർ വന്നിട്ട് പറയും നോട്ട് അലൗഡ് എന്ന് പറയുകയും ചെയ്യും. മാത്രമല്ല പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഏതോ ഒരു ഫ്ലോറിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലാത്ത ഒരു സ്ഥലത്തും എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഈ മാളിന് ചുറ്റും പോലീസുകാരല്ല സെക്യൂരിറ്റി, മിലിറ്ററിയാണ് സെക്യൂരിറ്റി. സുരക്ഷാ കാരണം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഇപ്പം കിഡ്സിൻ്റെ സോണുണ്ട്, അവിടെ മൊത്തം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ സ്ഥലം, ഫുഡ് കോർട്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫുഡ് കോർട്ടിലാണ്. ഇത് 4ാമത്തെ ഫ്ലോറാണ്. 4ഓ 5ഓ ഫ്ലോർ മാത്രമേ ഈ മാളുള്ളൂ. ടോട്ടല് 64 നിലയുണ്ട് കേട്ടോ. അപ്പോൾ ഈ 5ാമത്തെ നിലയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഓഫീസുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ ഇതിൻ്റെ ഓണറിൻ്റെ വീടാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഹെലിപ്പാഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വലിയ സംഭവമാണ്, വലിയൊരു ബിൽഡിംഗ് ആണ്. ഒരുപാട് ഫെസിലിറ്റിയുള്ള സ്ഥലമാണ്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർ സമ്മതിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നമുണ്ട്. സാധാരണ നമ്മുടെ മാളൊക്കെ കണ്ടിട്ടില്ല, അത് തന്നെ സംഭവം. കുറേ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇന്ത്യൻ സിനിമ ഓടുന്നുണ്ട്, ഒരു ഇന്ത്യൻ ഹിന്ദി മൂവി. ഇവിടെ സിനി പ്ലസ് ഉണ്ട്, മൂവി തിയേറ്റർ ഉണ്ട്. അവിടെ ഞാൻ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ കളിക്കുന്നുണ്ട്. പിന്നെ കുറേ നമ്മുടെ സബ്വേ, KFC, ടെക്സാസ് ചിക്കൻ, അങ്ങനെ കുറേ ബ്രാൻഡുകളുടെ ഇതൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്, ഫുള്ളാണിത്. പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും ഫുൾ സെക്യൂരിറ്റിയാണ്. ആൾക്കാർക്ക് ഇവിടെ വരാം, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് നടക്കാം, വീഡിയോ എടുക്കാനൊന്നും പാടില്ല. പക്ഷേ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നിന്ന് ഗ്രൂപ്പായിട്ടൊക്കെ എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സംഭവം എന്തായാലും അടിപൊളിയാണ്. സമയം ഇപ്പോൾ എത്ര മണിയാണെന്ന് അറിയാമോ? 11:45. നട്ടപ്പാതിരാത്രി. ഇപ്പോഴാണ് ഹോട്ടലിൽ വന്ന് കയറുന്നത്. നമ്മൾ ഭക്ഷണമൊക്കെ ആ മാളിൽ നിന്ന് തന്നെ കഴിച്ചു. എൻ്റെ മണി ഇവിടെ വന്നപ്പോൾ ചൂട് ചായ, ആയി നല്ല ടേസ്റ്റ്. യെസ്, അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നാളത്തെ എപ്പിസോഡിലാണ്. റൂമിൽ എത്തിയിട്ട് ബാക്കി കുറച്ച് കാര്യം കൂടി പറയാം. ഇവിടുത്തെ മിക്ക വലിയ ഹോട്ടലുകളിലും കറൻസി എക്സ്ചേഞ്ച് ഉണ്ടാവും, പക്ഷേ ഇന്ത്യൻ മണി മാറിക്കിട്ടില്ല, അതാണ് പ്രശ്നം. ഇതാണ് നമ്മുടെ റൂം. ഞാൻ വെട്ടവും വിളിച്ചു കിടട്ടെ. ഓ അടാ അമ്പോ, ഇത്തവണ 2 കട്ടിലായി. അപ്പോൾ നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമാബാദിലെ കുറച്ച് കാഴ്ചകൾ കാണാനാണ്. നമ്മൾ ഇസ്ലാമാബാദ് എത്തി എന്നുള്ളൊരു ഫീലൊന്നും വരുന്നില്ല. ലാഹോർ എത്തിയപ്പോൾ ഭയങ്കര എന്തോ സംഭവമായിരുന്നു. പക്ഷെ ഇവിടെ അത്ര തിരക്കൊന്നും തോന്നാത്ത ഒരു ഫീല്, ഒട്ടും തിരക്കില്ലാത്ത പോലെ തോന്നി. പക്ഷെ ഇപ്പോൾ സമയം 12 മണി ആയിട്ടാവുക. ഇതാണ് ഈ ട്രിപ്പിന് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു ടൈം മാനേജ്മെൻറ്റ് മൊത്തം പ്രശ്നമാണ്. കൂടെയുള്ള ഗൈഡിന് തേങ്ങാക്കൊല അറിയത്തില്ല. വൻ കോമഡിയാണ്. അവൻ ഭയങ്കര ബിസിയായിട്ട് അങ്ങോട്ടും ഇങ്ങനെ തെരപ്പര നടക്കുന്നല്ലാണ്ട് കാര്യങ്ങളൊന്നും ശരിയാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കുറച്ച് തർക്കങ്ങളുണ്ടായിരുന്നു മാളിൽ വെച്ചിട്ട്. നാളത്തെ പരിപാടി ഗുരുദ്വാര കാണാൻ പോകും. പക്ഷെ നമ്മൾ പോകുന്നില്ല. ഇവരൊരു 10 പേരുണ്ട്. അവർ 5 ഗുരുദ്വാര കാണാൻ വേണ്ടിയിട്ട് പോകും. രാവിലെ പോയി 8 മണി 9 മണിക്കും കണ്ടു. പക്ഷേ നമ്മൾ കുറേ ആയില്ലേ ഗുരുദ്വാര കാണുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി ഇസ്ലാമാബാദിലുള്ള ലോക്കൽ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി, ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ അവിടേക്ക് ഒന്ന് പോകണം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണം. നമ്മൾ പിള്ളേർ മാത്രം, കുറച്ച് വ്ളോഗേഴ്സും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ പോകാൻ വിചാരിച്ചു. ബാക്കി എല്ലാവരും ഗുരുദ്വാരക്ക് പോകുന്നു. അതാണ് നാളത്തെ പ്ലാൻ. അപ്പോൾ ഇസ്ലാമാബാദിലെ കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.